ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബാപ്പച്ചി ആരും ഉപദ്രവിച്ചൊന്നും അല്ലല്ലോ. ബാപ്പച്ചി കുളിമുറിയിൽ വീണതല്ലേ? കുളിമുറിയിൽ കാല് തെറ്റി വീണു. അങ്ങനെയാണല്ലോ മുറിവുണ്ടായത്, അല്ലേ നസീർക്ക? നീ എന്താ അവിടെ? അത് അച്ഛാ, ഇതെവിടെ സ്ഥലം? അച്ഛാ അതൊക്കെ പറയാം. അച്ഛൻ നീ വന്നേ. വാ ചേട്ടാ, സോറി കേട്ടോ. നല്ല വട്ടാണല്ലേ. അച്ഛനെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടോ. ഹോസ്പിറ്റലിൽ എന്റെ അദ്ദേഹം കൊള്ളാം, മോനും കൊള്ളാം. വാ. എനിക്ക് എങ്ങോട്ടാ പോണ്ടേ? അതൊക്കെ പറയാം. അച്ഛൻ വാ. അല്ല, ആ വണ്ടി എടുക്ക്. പോണ്ട വഴി ഞാൻ പറഞ്ഞുതരാം. എന്തിനാ ബാപ്പച്ചി സങ്കടപ്പെടുന്നത്? ഡോക്ടർ പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് അസുഖം മാറി ബാപ്പച്ചിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന്. ബാപ്പച്ചി കരഞ്ഞ എനിക്കും സങ്കടവും. ഉമ്മച്ചി പോയപ്പോ എന്നെ ആരെ ഏൽപ്പിച്ചിട്ടാ പോയത്? ബാപ്പച്ചിയല്ലേ? അപ്പൊ പിന്നെ ബാപ്പച്ചി ഇങ്ങനെ കിടത്തോ? കിടത്തില്ല. ഈ നൂറിന് വേറെ ആരുമില്ലെന്ന് പടച്ചോനറിയാം. അതുകൊണ്ട് വേഗം സുഖാവും. അനൂപ് ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പച്ചി നമുക്ക് ബാംഗ്ലൂർ കൊണ്ടുപോയാലോ? അവിടെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് നടത്തിയ ഈ സ്റ്റേജ് മാറ്റിയെടുക്കാൻ കഴിയും തന്നെയാ എന്റെ വിശ്വാസം. അനൂപിനെ അറിയോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരല്പം വിശ്രമം എനിക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ബാപ്പച്ചിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അനുഭവിക്കും. എന്റെ ബാപ്പച്ചിയെ ഈ രീതിയിലാക്കി അവൻ അനുഭവിക്കും. താൻ എന്തൊക്കെയാ പറയുന്ന? എടോ, എല്ലാം ശരിയാവും. ഇപ്പൊ തന്നെ നോക്കൂ, ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ഞാൻ കൂടി വന്നില്ലേ? നമുക്ക് ബാപ്പച്ചിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ഞാനുണ്ട് തന്റെ കൂടെ. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോവാം നമുക്ക്. അയ്യോ, എന്റെ ഇക്കാക്ക, ഞാൻ എന്തൊക്കെ ഇക്കാക്ക ഈ കാണുന്നത്? എന്താ ഉണ്ടായേ ഇക്കാക്ക? എങ്ങനെ ഇത്രയും വലിയൊരു അപകടം എന്റെ ഇക്കാക്ക ഉണ്ടായത്? എന്റെ റബ്ബേ, പാവം എന്റെ ഇക്കാക്ക. ഒരാളെ ഒരു വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കാത്ത ആളല്ലേ. പിന്നെ എങ്ങനെ എന്റെ ഇക്കാക്കക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? പറയിക്ക, എങ്ങനെ ഉണ്ടായത്? നീ എന്താടാ അവിടെ? പറയിക്ക, എങ്ങനെ ഇത് പറ്റിയത്? എന്റെ റബ്ബേ, ബാപ്പച്ചി ആരും ഉപദ്രവിച്ചൊന്നും അല്ലല്ലോ. ബാപ്പച്ചി കുളിമുറിയിൽ വീണതല്ലേ? കുളിമുറിയിൽ കാല് തെറ്റി വീണു. അങ്ങനെയാണല്ലോ മുറിവുണ്ടായത്, അല്ലേ നസീർക്ക?
ഇവൻ പറഞ്ഞത് ആരോ ഇരുട്ടത്ത് ഉപദ്രവിച്ചെന്നാണല്ലോ. അതാരാണെന്നാ ഞാനീ ചോദിക്കുന്നത്. അതാരാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ? നസീറിക്കോട് തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാവുമ്പോ ആ വന്ന ആളെ അറിയാൻ പറ്റുമല്ലോ. അതെ, കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. ദേ കിടക്കട കണ്ടല്ലോ. ഇനി നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. പറയുന്ന കേട്ട അനുസരണ അവിടെ നിന്നാ നിനക്കും കൊള്ളാം. ആ പിന്നെ ഇരുട്ടിൽ പതിയിരിക്കുന്നവരുടെ കാര്യം അതാരായിരിക്കും ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഉറപ്പ് വരുത്തണമെങ്കിൽ 1-2 കാര്യം കൂടി അറിയാനുണ്ട്. അതിന് ഞാൻ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. നീ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒന്നും പഠിച്ചില്ലല്ലേ? അവനോട് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്ക്. അവനെയുള്ളൂ ഇനി നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എല്ലാത്തിനും കാരണം മാമിയുടെ ഈ മകന്റെ നോട്ടം തന്നെയാ. എങ്ങനെയൊക്കെ ഞാൻ ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അറിയാലോ, നസീറിനാണ് മൂക്കത്താ കോപം. അപ്പൊ അവനോട് ഇത്തിരി നയത്തിലും തഞ്ചത്തിലും ഒക്കെ നിക്കണ്ടേ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമ്മളെ നോക്കുന്നവർക്കൊപ്പം അല്ലേ നമ്മൾ നിക്കണ്ടേ? ഞാൻ എന്റെ ആങ്ങളുടെ മകളെ പോലെ അല്ല ഇവളെ കണ്ടിട്ടുള്ളത്. എന്റെ സ്വന്തം മോളെ പോലെയാ. അതെന്താ ഇവള് മനസ്സിലാക്കാത്തത്? ഇക്കാക്കാനെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഞങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനിനി ഒന്നും പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നില്ല കേട്ടോ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ പോവാതിരിക്കോ ചേട്ടെ? അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ? ഓ, അപ്പൊ മുളയാണ്. കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ നീ? സുഹൃത്തെ, തന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരത്തിന്റെ ആവശ്യം പോലും ഇല്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഡാ, നീ ഒറ്റ ഒരുത്തനാ ഞങ്ങളുടെ കുടുംബം തകരാൻ കാരണം. നീ കാരണം എന്റെ മാമ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നൂർജഹാൻ എന്നിൽ നിന്ന് അകലാൻ കാരണം നീ ഒറ്റ ഒരുത്തനാ. നൂറ് നല്ല കുട്ടിയാ. അവള് നിന്റെ അടുത്ത് നകന്നിട്ടുണ്ടെന്ന് നീ പറയുന്നു. പക്ഷേ അവള് നിന്നോട് എപ്പോഴെങ്കിലും അടുത്തിട്ടുണ്ടെന്ന് നീ തിരക്കിയിട്ടുണ്ടോ? എന്റെ പെണ്ണിന്റെ മനസ്സ് നിന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? അതെ, ഇത് ഹോസ്പിറ്റലാ. നിന്നെപ്പോലെ വിവരക്കേട് കാണിക്കാൻ മാത്രം ഞാൻ വിഡ്ഢിയല്ല. അതുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചങ്ങനെ പെരുമാറുന്നില്ല. ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാ പറഞ്ഞ. നിന്റെ ഉദ്ദേശം എന്താന്ന് പറയണം.